ടോക്സിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഹ്യൂമൻ കണക്ഷനെയും ഹ്യൂമൻ നീഡ്സിനെയും എല്ലാം തന്നെ അതേ നോക്കുന്ന കണ്ണിലൂടെ ഒരിക്കലും നമുക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നോക്കി കാണാനായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെ നോക്കി കാണുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുകയും പലപ്പോഴും ഇവർക്ക് എനേബിളിംഗ് ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് എങ്ങനെ നമുക്കിതിനെ നോക്കിക്കാണാം, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്നാൽ എന്താണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും സ്വന്തം സെൽഫിനെ ചൂസ് ചെയ്യാനും എല്ലാം നമ്മളെ സഹായിക്കും. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നത്, മനുഷ്യബന്ധങ്ങളെ കാണുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല എന്ന്. അവിടുത്തെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് എന്നുള്ളത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ശരിക്കും എല്ലാ ആൾക്കാരും കോമ്പറ്റീറ്റീവ് തന്നെയല്ലേ? പല ആളുകളിലും കോമ്പറ്റീറ്റീവ്നെസ് എന്നുള്ള ട്രേറ്റ് പല രീതിയിലുണ്ടല്ലോ, അപ്പോൾ അതിലെന്താ പ്രശ്നം എന്ന്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ കോമ്പറ്റീറ്റീവ് ആവുന്നതിൽ പ്രത്യേകതകളുണ്ട്. കാരണം ഇത് അവരുടെ ഏറ്റവും കോറിലുള്ള ഒരു കാര്യമാണ്. അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു 10 കാര്യം എടുത്താൽ അതിലുള്ള ഒരു കാര്യമല്ല ഇത്. അവരുടെ ഉള്ളിലെ ഏറ്റവും കോറായിട്ടുള്ള എലമെൻ്റാണ് കോമ്പറ്റീറ്റീവ്നെസ് എന്നുള്ളത്. ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സിൽ നിന്ന് അവർ നോക്കുമ്പോൾ അവരെന്തിനേയും ഈ കണ്ണിലൂടെ ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്ററാണോ താഴെയാണോ, മറ്റൊരാൾ എന്നെക്കാളും ബെറ്റർ ആവാൻ ശ്രമിക്കുന്നുണ്ടോ അതോ എന്നെക്കാളും വീക്കറാണോ, ഈ രീതിയിൽ മാത്രമാണ് അവർ ലോകത്തെ കാണുന്നത്. ഇവിടെയാണ് പ്രശ്നം. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു വ്യക്തി എനിക്ക് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ആ ആഗ്രഹം മുഴുവനായും ഈ വ്യക്തിയെ കീഴടക്കുകയും ആ കണ്ണിലൂടെ ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്ററാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം, അതിനെ നമ്മൾ റിലേറ്റീവ് പൊസിഷനിങ് എന്ന് പറയും. അതായത് വേറൊരു വ്യക്തിയെ ആശ്രയിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ അവരെക്കാളും മുന്നിലാണോ അതോ താഴെയാണോ എന്നുള്ള കണ്ണിലൂടെ മാത്രം ഈ ലോകത്തെ നോക്കി കാണുകയും മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എന്നെ ഇവർ ബെറ്റർ ആവാൻ, എന്നെ മുന്നിലേക്ക് മാറാൻ, മുന്നിലേക്ക് പോകാൻ ഇവരെന്നെ സഹായിക്കുമോ? സഹായിക്കുമെങ്കിൽ ഇവരെ എൻ്റെ ഒബ്ജക്റ്റ് ആക്കണം. സഹായിച്ചില്ല എങ്കിൽ ഇവരെ താഴെയാണ്, എനിക്ക് താഴെയാണ് എന്ന് വരുത്തി തീർത്ത്, ഒബ്ജക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴെ തന്നെയാണ്, മുന്നിലുള്ള ഏതൊരു വ്യക്തിയെയും താഴെയാക്കി അവരെക്കാളും ബെറ്ററായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ മാത്രം മനുഷ്യബന്ധങ്ങളെ കാണുകയും ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ഇതൊരു പെത്തോളജിയായി മാറുന്നത്. കാരണം നോർമൽ ഹ്യൂമൻ കണക്ഷൻ എന്നുള്ളത് ഇവർക്ക് പോസിബിൾ അല്ല. സോ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ അടിസ്ഥാനം ഇതാണ്. അതായത് അവർ ലോകത്തെ കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്ററാണോ അല്ലയോ, ഇനി മറ്റൊരാളെക്കാളും മുകളിൽ ബെറ്ററായി ഞാൻ നിൽക്കണമെങ്കിൽ അവരെ എൻ്റെ ഒബ്ജക്റ്റ് ആക്കണം, എനിക്ക് താഴെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ അവരെക്കാളും മുകളിലായി. അങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ, അവർ എങ്ങനെയോ എൻ്റെ ഉള്ളിലൊരു നാർസിസ്റ്റിക് ഇഞ്ചുറി ഉണ്ടാക്കി അവരെന്നേക്കാളും ബെറ്ററാണ് എന്ന്. അങ്ങനെയാണെങ്കിലോ അവരെ ഞാൻ ശിക്ഷിക്കണം, അവരെ ഞാൻ പണിഷ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ ആ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാക്കിയതിന് അവർ കഷ്ടപ്പെടണം, അവരനുഭവിക്കണം. ഈ ഒരു മൈൻഡ് സെറ്റാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ പെത്തോളജിക്കലി ടോക്സിക് ആക്കി പെത്തോളജിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോമ്പറ്റീറ്റീവ്നെസ് ആണത് എന്നുള്ളതിലേക്ക് കൊണ്ടുവരുന്നത്. സോ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ സെൽഫ് എസ്റ്റീം എന്നുള്ളത് തന്നെ, ആ ഒരു സെൽഫ് വർത്ത് എന്നുള്ളത് തന്നെ ഐ ആം ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ളതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ, ഞാൻ മറ്റുള്ള ഒരാളെക്കാളും ബെറ്ററാണ് എന്നുള്ളതിനെ ആശ്രയിച്ചെടുക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും ഈ ഒരു ഷീൽഡിലൂടെയാണ് പോകുന്നത്. ഞാൻ മറ്റൊരാളെക്കാളും മുകളിലാണോ താഴെയാണോ, ബെറ്ററാണോ അല്ലയോ. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലും ഇത് കടന്നു വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ കടന്നു വരുമ്പോഴത്തേക്കും ഇവരുടെ ഉള്ളിൽ ഞാൻ ബെറ്ററാണ് എന്നുള്ളതിൻ്റെ പ്രൂഫ് കണ്ടെത്തുക എന്നുള്ളതും മറ്റൊരാളെ തന്നെക്കാളും താഴെയാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുക എന്നുള്ള രീതിയിലുമാണ് ഇവരുടെ ഇടപെടലുകളെല്ലാം തന്നെ നിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണിത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്? ഞാൻ പറഞ്ഞു,
സാധാരണ ഒരു വ്യക്തി എല്ലാ മനുഷ്യർക്കും ചെറിയ ചെറിയ കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ കോർ കമ്പോണൻ്റായിട്ട് അത് മാറാറില്ല. ഇനിയിപ്പോൾ അഥവാ അവരെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഉള്ളിൽ ആ ഒരു ഷെയിം എന്നുള്ളതിനെ നോക്കിക്കാണുന്ന രീതിയിൽ ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഒരിക്കലും എമ്പതിക്ക് മുകളിലേക്ക് ഓവർ പവർ ചെയ്ത് പോവില്ല, ഗിൽട്ടിന് മുകളിലേക്ക് ഓവർ പവർ ചെയ്ത് പോവില്ല, പശ്ചാത്താപം റിമോഴ്സ് എന്നുള്ളതിന് മുകളിലേക്ക് ഓവർ പവർ ചെയ്ത് പോവില്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതിന് മുകളിലേക്ക് ഓവർ പവർ ചെയ്ത് പോവില്ല. കാരണം സാധാരണ വ്യക്തിയിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് മാത്രമല്ല ഉള്ളത്, ഈ പറഞ്ഞ ഹെൽത്തിയർ ആയിട്ടുള്ള എലമെൻറ്റുകളുമുണ്ട്. എമ്പതി ഉണ്ട്, ഗിൽട്ടുണ്ട്, കുറ്റബോധമുണ്ട്, റിമോഴ്സ് ഉണ്ട്, പശ്ചാത്താപമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, അവർക്ക് കിട്ടിയ കാര്യങ്ങളോട് നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് പറ്റും? ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈ കണ്ണിലൂടെ മാത്രം കാണുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കണക്ഷൻ എന്നുള്ളത് ഈ രീതിയിൽ മാത്രമാവുക എന്നുള്ളതോ, എനിക്ക് ആ രീതിയിൽ ഒരു സപ്ലൈ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് അത് മാറുക എന്നുള്ളതോ സംഭവിക്കുന്നില്ല. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഒരുപാട് പേര് ഇത്തരം എലമെൻറ്റുകളെ പറ്റി, ഞാൻ ഷെയിമിനെ പറ്റി സംസാരിക്കുമ്പോൾ, എൻവിയെ പറ്റി സംസാരിക്കുമ്പോൾ, ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ്നെസ്സിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അവർ പലപ്പോഴും, അല്ലെങ്കിൽ വിക്ടിം പ്ലേനെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവും, ഇനിയിപ്പോൾ ഞാനും ഒരു നാർസിസ്റ്റ് ആണോ എന്ന്. അവിടെയാണ് ഈ പറഞ്ഞ എലമെൻറ്റുകളുടെ റെലവൻസ് നിൽക്കുന്നത്. അതായത് ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിലും, ഇപ്പോൾ മഞ്ഞ കളറുള്ളതെല്ലാം സൂര്യകാന്തി പൂവല്ല, മഞ്ഞ കളറുള്ളതെല്ലാം സൂര്യനല്ല, ആ പറഞ്ഞതുപോലെ അതിൻ്റെ റെലവൻസ് എത്രത്തോളമാണ്, അത് ആ പേഴ്സണാലിറ്റി ഓർഗനൈസേഷനിൽ എത്രമാത്രം അത് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതെല്ലാം ചേർന്നിട്ടാണ് ഈ പറഞ്ഞൊരു കാര്യം എത്രത്തോളം ടോക്സിക് ആണ് എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഐ ആം ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ളത് വന്നിട്ടില്ലെങ്കിൽ അയാളുടെ ഉള്ളിലുണ്ടാവുന്ന നാർസിസ്റ്റിക് ഇഞ്ചുറി അതിഭീകരമാണ്. ഈ നാർസിസ്റ്റിക് ഇഞ്ചുറിയോട് ഈ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നത് മുൻപിലുള്ള ഒരു വ്യക്തിയെ പണിഷ് ചെയ്തിട്ടും ശിക്ഷിച്ചിട്ടും അവരെ എൻ്റെ ഗ്രാൻഡ്യൂസിറ്റി അവർ അംഗീകരിക്കാതെ അവർ ബുദ്ധിമുട്ടട്ടെ എന്നുള്ള രീതിയിൽ മുൻപിലത്തെ ഒരാളെ ഒറ്റപ്പെടുത്തിയും ശിക്ഷിച്ചിട്ടുമൊക്കെയാണ്. സോ ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള രീതിയിലൊന്നും പലപ്പോഴും സാധാരണ ആളുകൾ പോവാറില്ല അല്ലേ. അവിടെയാണ് ഇത് എത്രമാത്രം റെലവൻ്റ് ആണ് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കോമ്പറ്റിറ്റീവ്നെസ് എന്നുള്ളതിന് വേണ്ടി ഈ ഒരു ഞാൻ ബെറ്ററാണ് മറ്റുള്ളവരെക്കാളും എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് എന്തിനാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം? അയാളുടെ സെൽഫ് വർത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സെൽഫ് എസ്റ്റീം മുന്നിൽ നിർത്താനും മാത്രമല്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ള അജണ്ടയുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ അധികം കാണാറില്ല, അതിനെപ്പറ്റി നമ്മളധികം സംസാരിക്കാറുമില്ല. സാധാരണ ആളുകളെ പോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ ആഗ്രഹം ജീവിക്കണം, മരിക്കണം എന്നുള്ളതല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഗൂഢമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. എല്ലാ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഈ അജണ്ടയ്ക്ക് പിന്നാലെയാണ് പോവാറുള്ളത്. എന്താണ് ആ അജണ്ട? നമുക്കറിയില്ല, അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന ഒരു സ്ഥാനത്തെത്തുകയാണെങ്കിൽ, ഞാൻ ഇന്ന രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ അൾട്ടിമേറ്റ്ലി എല്ലാവരെക്കാളും സുപ്പീരിയറായി എന്നുള്ള ഒരു കാര്യം അവനവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഇതിലേക്ക് വേണ്ടുന്ന മാർഗങ്ങൾ മാത്രമാണ് അവർക്ക് മനുഷ്യബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ഏത് വ്യക്തിയെയും കാണുമ്പോഴും ഈ ലെവലിലേക്ക് എത്താൻ എന്നെ ഈ വ്യക്തി സഹായിക്കുമോ, ഈ ലെവലിലേക്ക് എത്താൻ എന്നെ ഈ വ്യക്തി സഹായിക്കുമോ, അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് എത്താൻ ഈ ഒരു കാര്യം എന്നെ സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ് അവരെ പ്രോസസ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ അജണ്ടയ്ക്ക് അനുസരിച്ച് മാത്രമായിരിക്കും അവർ മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഇവരോട് പറയുകയാണ്, നോക്കൂ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ ഈ ഒരു കാര്യം നോക്കണം, നമ്മളുടെ ഫാമിലിക്ക് ഇന്നൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അവർക്ക് റെലവൻ്റ് അല്ല. കാരണം എന്താണ്? അവരുടെ അജണ്ടയിൽ അങ്ങനൊരു കാര്യമില്ല. സോ എഗെയിൻ എല്ലാ വ്യക്തികൾക്കും മുൻപിലേക്ക് പോകാനുള്ള ഗോളുകളുണ്ടായിരിക്കും, ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഞാൻ ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊക്കെയുള്ള പ്രത്യാശകളും ആസ്പിറേഷൻസും എയിമും ഗോളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്നത് അത് മാത്രമാണ് ജീവിതം എന്നവർ ചിന്തിക്കുന്നില്ല. ജീവിതത്തിലെ മറ്റു പല പല കാര്യങ്ങൾക്കും അവരതേ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കി എന്തിനേയും ഈ ഒരൊറ്റ കാര്യത്തിലേക്ക് വേണ്ടി എന്നവർ യൂസ് ചെയ്യുകയില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ മറ്റൊരാളുടെ ബൗണ്ടറീസിനും മറ്റൊരാളുടെ പേഴ്സൺഹുഡിനും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റൊരാളോട് എമ്പതിയോട് കൂടി നോക്കി കാണുന്നുണ്ടായിരിക്കും. മറ്റൊരാളുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരെ ഞാൻ എങ്ങനെ എനിക്ക് വേണ്ടി യൂസ് ചെയ്യട്ടെ, അവരുടെ ഒരു വൾണറബിലിറ്റി കാണുമ്പോൾ ഈ വൾണറബിലിറ്റി എങ്ങനെ എനിക്ക് മുതലെടുക്കാം എന്നൊന്നും സാധാരണ മനുഷ്യർ ചിന്തിക്കില്ല. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. സോ ഈ ഹിഡൻ ആയിട്ടുള്ള ഈ ഒരു അജണ്ടയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പറ്റിറ്റീവ്നെസ് എന്നുള്ളത് അവർ യൂസ് ചെയ്യുന്നത്. എന്തിന്?
എന്നാലേ അവർക്ക് ആ ഒരു സ്പേസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ഇടപെടലുകളിൽ പോലും ഈ ഒരു സ്കാനിങ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവർ എന്നെക്കാളും ബെറ്റർ ആണെന്ന് കാണിക്കാനാണോ ഈ പറയുന്നത്? അവർ എന്നെക്കാളും മുകളിലെത്താനാണോ ഈ ചിന്തിക്കുന്നത്? ഞാൻ എങ്ങനെ അവരെക്കാളും മുകളിലാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റും? മുൻപിലുള്ള ആളെ എനിക്ക് എങ്ങനെ ഡീവാല്യൂ ചെയ്യാൻ പറ്റും? സോ ആ ഗ്രാൻഡിയോസിറ്റി എന്നുള്ളതും ഡീവാല്യൂയിങ് എന്നുള്ളതും ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ എലമെൻറ്റിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പറ്റീറ്റീവ്നെസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. ഈ കോമ്പറ്റീറ്റീവ്നെസ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് എന്താണ്? കാരണം ഒരിക്കലും ഇത് ഹെൽത്തിയർ ആയിട്ടുള്ള റെസ്പോൺസ് അല്ല അത് കാണുന്ന അല്ലെങ്കിൽ അതിന് പാത്രമാവേണ്ടി വരുന്ന മറ്റുള്ളവരിലുണ്ടാവുന്നത്. ഇത് കാണുന്ന മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിന്നേക്കാളും ഭയങ്കര സംഭവമാണ്, ഞാൻ നിന്നേക്കാളും ഭയങ്കര സൂപ്പറാണ്, അല്ലെങ്കിൽ നീ മോശമാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മുൻപിലുള്ള ഒരാളെ ഡീവാല്യൂ ചെയ്തുകൊണ്ടും ഞാൻ ഭയങ്കര ഗ്രാൻഡിയോസ് ആണ്, ഞാൻ നിന്നേക്കാളും ബെറ്ററാണ് എന്നുള്ള രീതിയിലായിരിക്കും മുൻപിലുള്ള ആളുകളോട് ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കുക. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു മനോഭാവത്തിന് പാത്രമാവേണ്ടതായിട്ട് വരുമ്പോൾ ഇത് കാണുന്ന ആളുകളിലും പലപ്പോഴും ഇതേ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ മോശമാണെന്നാണോ? എങ്കിൽ പിന്നെ ഞാൻ നല്ലതാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം, എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം, എൻ്റെ ഭാഗത്ത് ഞാനും ശ്രമിക്കുന്നുണ്ട്, ഞാനും എന്തൊക്കെയോ ആണ് എന്ന് എനിക്കും പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവരുടെ കോമ്പറ്റീറ്റീവ്നെസ്സിനോട് ഒരു മറുപടി എന്നോണം നമ്മളുടെ ഉള്ളിലും പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ റീസൺ നമ്മളുടെ ഉള്ളിൽ അത് ഷെയിം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. സോ ആ ഷെയിം ഉണ്ടാവുമ്പോൾ ആ ഷെയിമിനോടുള്ള പ്രതികരണം എന്നോണം ഞാനും ബെറ്ററാണ് എന്ന് എനിക്കും പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു എലമെൻറ്റ് നമ്മളിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവരുടെ ഗെയിമിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരെന്തിനാണ് കളിക്കുന്നത്? ഇവരുടെ ഗെയിമെല്ലാം മുൻപിലുള്ള ആളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അവിടെ നമ്മളുടെ സെൽഫ് വർത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ മോശമല്ല, ഞാൻ വേർത്തിയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും നമ്മളും ശ്രമിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ അവർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുന്നത് ഇവൻ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നു എന്നത് മാത്രമായിരിക്കും. സോ പിന്നെയും നമ്മൾ ഇവരുടെ ഗെയിമിൽ പെട്ടുപോവുകയാണ് പലപ്പോഴും ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എലമെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഷെയിമിനെ നിങ്ങൾ സ്വയം ഡീൽ ചെയ്യേണ്ടുന്നതാണ്. അതിനെ തെറപ്പിയിലൂടെ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. അതിനെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം അതിനകത്ത് വർക്ക് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയി തിരിച്ചറിയാതെ നിങ്ങളും ഈ പ്രൂവ് ചെയ്യുക എന്നുള്ളതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നാൽ ഇവരുടെ കൂടെ ഉള്ള ഒരു ഗെയിമിൽ പെട്ടുപോകുമ്പോൾ ഒരിക്കലും ആ പ്രൂഫ് അവർ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? അവരൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അവരെന്തെങ്കിലും ആ ഡീവാല്യൂയിങ് നിർത്താൻ പോകുന്നുണ്ടോ? ഒരിക്കലും അവർ നിർത്താൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണാനോ കേൾക്കാനോ നിങ്ങളുടെ മൂല്യം അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അല്ല അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് അവനവൻ ബെറ്ററാണ് എന്ന് പ്രൂവ് ചെയ്യാൻ മാത്രമാണ്. ആ മാത്രം എന്നുള്ളത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് കേൾക്കണം. കാരണം സാധാരണ മനുഷ്യരൊക്കെയും അവർക്കും ഈ പറഞ്ഞ വേർത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ആരും പെർഫെക്റ്റ് ഒന്നല്ല, എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. എന്നാൽ ഇതിനു വേണ്ടി മാത്രമായിരിക്കില്ല സാധാരണ ഏത് വ്യക്തിയും ജീവിക്കുന്നത്. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഗെയിമിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിങ്ങളും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് മാറി അവനവൻ്റെ ഷെയിമിൽ വർക്ക് ചെയ്ത് നിങ്ങളതിനെ പേഴ്സണലൈസ് ചെയ്യാതെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോട്ടെ, എനിക്ക് എൻ്റെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നതിലേക്ക് തിരിച്ചു പോകണം. കാരണം അതാണ് ഹെൽത്തിയർ ആയിട്ടുള്ള രീതി. സോ നിങ്ങൾ ഒരിക്കലും ആ ഷെയിമിൽ പെട്ടുപോകാതിരിക്കുക. നിങ്ങളവിടെ ആ പ്രൂവ് ചെയ്യണം, ഞാനും എൻ്റെ കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ എന്നുള്ളതിൽ പെട്ടുപോകാതിരിക്കുക. നിങ്ങൾ പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. ഇവരുടെ ഈ ഇടപെടലുകളെല്ലാം ഇവരുടെ ഫ്രജൈലായിട്ടുള്ള സെൻസ് ഓഫ് സെൽഫിൽ നിന്നും അവരുടെ ഫ്രജൈലായിട്ടുള്ള ഈഗോയിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ പെട്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ സെൽഫിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ സെൽഫിനകത്ത് എനിക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എൻ്റെ സെക്യൂർ ആയിട്ടുള്ളൊരു സെൽഫിലേക്ക് വരികയും അതിൽ നിന്ന് മുന്നോട്ട് പോകാനും ശ്രമിക്കുക. അടുത്തതായി ഈ പറഞ്ഞ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ് എന്നുള്ളത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെയധികം ആങ്സൈറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടായിരിക്കും. എന്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നത് അവരെന്നെ കുറ്റപ്പെടുത്തുമോ, ഞാൻ മോശമാണെന്ന് പറയുമോ
എൻ്റെ തെറ്റാണെന്ന് വരുമോ, അവരെന്നെ യൂസ് ചെയ്യുമോ, ഞാൻ അതിനകത്ത് പെട്ടുപോവോ, പിന്നെയും ഞാൻ ഇതിനകത്ത് പെട്ടുപോയി ഞാൻ എൻ്റേതായിട്ടുള്ള ഗോൾസിൽ നിന്ന് മാറിപ്പോകുമോ, എന്നെ അവർ എന്തെങ്കിലും എല്ലാവരുടെ മുൻപിലും മോശക്കാരാക്കുമോ, മറ്റുള്ളവരോട് ഞാൻ മോശമാണെന്ന് പറയുമോ, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ജീവിതത്തിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഞാൻ ഇവരുടെ കാല് പിടിക്കേണ്ടതായിട്ട് വരുമോ, ഇവരുടെ അഹങ്കാരവും ഇവർ എന്നെ ഈ പറഞ്ഞതുപോലെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിലേക്കും തിരിച്ചു പോവേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്തായിത്തീരും എന്നിങ്ങനെയുള്ള ഒരുപാട് ആങ്സൈറ്റി നിങ്ങളുടെ ഉള്ളിൽ അത് ക്രിയേറ്റ് ചെയ്തേക്കാം. എഗെയിൻ ഈ ആങ്സൈറ്റിയിലും നിങ്ങൾ നിങ്ങളുടെ തെറപ്പിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്, പ്രോസസ്സ് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ബോഡിയെ റെഗുലേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അവിടെ നിങ്ങൾ സ്വയം തന്നെ റെക്കഗ്നൈസ് ചെയ്യണം ഇതെൻ്റെ ആങ്സൈറ്റി ആണ് എന്ന്. നിങ്ങളവിടെ അതിനെ പേഴ്സണലൈസ് ചെയ്യാതെ നിങ്ങളവിടെ നിങ്ങളുടെ ബോഡിയെ റെഗുലേറ്റ് ചെയ്യാനും പ്രസൻറ്റിലേക്ക് മടക്കി കൊണ്ടുവരാനും അവിടെ ഒരു സെൽഫ് റെഗുലേഷൻ എന്നുള്ള രീതിയിൽ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഇത് നമ്മളെ കംപ്ലീറ്റ്ലി ഓവർ പവർ ചെയ്യാതെ, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കീഴടക്കാതെ നമുക്ക് റെഗുലേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ആങ്സൈറ്റി പൂർണ്ണമായിട്ടും നിങ്ങളെ കീഴടക്കും. അവിടെയാണ് അതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും സ്വന്തം ബോഡിയെ ഇമോഷൻസിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന സ്കില്ലുകൾ പഠിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എലമെൻ്റാണ്. അപ്പോഴാണ് പലപ്പോഴും ആ ഇമോഷൻസിലൂടെ നാവിഗേറ്റ് ചെയ്യാനും ഡീൽ ചെയ്യാനും മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരിക്കലും ഈ പറയുന്ന വ്യക്തിയുടെ അവർ സ്വന്തം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്ത് ഒരു സെക്യൂർ ആയിട്ടുള്ള സ്പേസിൽ നിന്നിട്ടാണ് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. പക്ഷേ അവിടെയാണെങ്കിലും വരുന്ന തത്വം ഇത് തന്നെയാണ്. എൻ്റെ ഇമോഷൻസിനെയും എൻ്റെ ഉള്ളിലെ കാര്യങ്ങളെയും റെക്കഗ്നൈസ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസാണ്. അവരത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല, നമ്മളവിടെ നമ്മളുടെ ഇമോഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എലമെൻ്റാണ്. സോ ആ ആങ്സൈറ്റി തിരിച്ചറിയുക, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. മൂന്നാമതായി ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഇടപെടലുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അതികഠിനമായിട്ടുള്ള പെയിനും സങ്കടവും ഗ്രീഫുമാണ്. എന്താണത്? കാരണം ഞാൻ ഇങ്ങനെയല്ല അവരെ സ്നേഹിച്ചത്, ഞാൻ ഇങ്ങനെയല്ല അവരെ കണ്ടത്, എന്നെ അങ്ങനെയാണ് കാണുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോയത്, പക്ഷെ അവരെന്നെ അങ്ങനെയാണ് കാണുന്നത്, അവരെന്നെ കാണുന്നത് അവനവന് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, ഞാനവിടെ തോറ്റു പോകും തോറും അവർക്ക് അവിടെ ഈ ഒരു വിജയം എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ അവരെ സ്നേഹിച്ചത് ഇങ്ങനെയല്ലല്ലോ, ഒരു കണക്ഷൻ, ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു സ്നേഹം എന്നുള്ളതൊന്നും ഇങ്ങനെയല്ലല്ലോ എന്നുള്ള അതികഠിനമായിട്ടുള്ള വേദനയും വിഷമവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വളരെ പെയിൻഫുള്ളായിട്ട് അത് ഫീൽ ചെയ്യാം. കാരണം നിങ്ങൾ അങ്ങനെയല്ല ലോകത്തിനെ കാണുന്നതല്ലേ. സോ അത് പലപ്പോഴും ഒരുപാട് വിഷമം നമ്മളുടെ ഉള്ളിലുണ്ടാക്കും. എഗെയിൻ അവിടെയും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക, അതിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ സഹായിക്കുക. അവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നും മുൻപിലുള്ള വ്യക്തി ഈ രീതിയിലാവുമ്പം സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും, എന്നാൽ അവിടെയും പേഴ്സണലൈസ് ചെയ്യാതെ നിങ്ങളൊരു വിക്ടിം എന്നുള്ളൊരു സ്പേസിലേക്ക് പോകാതെ അക്കൗണ്ടബിലിറ്റി എടുത്ത് റെസ്പോൺസിബിലിറ്റി എടുത്ത് സ്വന്തം ജീവിതത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ പെയിനും ഈ ഗ്രീഫും എന്നുള്ളത് പലപ്പോഴും നിങ്ങളെ തിരിച്ച് ഞാനൊരു വിക്ടിമാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇവർ എന്നോട് ഇത്തരം മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ ജീവിതം വെറുതെയായി എന്നൊക്കെയുള്ള വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള തോട്ട്സിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ അത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല. അങ്ങനെ ഒരു സ്പേസിൽ നിങ്ങൾ പെട്ടുപോകും തോറും നിങ്ങളുടെ ലൈഫിൽ ഇനിയും വേറെ തരം പ്രെഡേറ്റേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ അത്തരം ഒരു അവസ്ഥയെ മുതലെടുക്കാനും ചൂഷണം ചെയ്യാനും അവർക്ക് സാധിക്കും. അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അവനവൻ്റേതായിട്ടുള്ള ഉള്ളിലത്തെ ഇമോഷൻസും ഫീലിങ്സും വരുമ്പം റെക്കഗ്നൈസ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക, വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ അവിടെ അക്കൗണ്ടബിലിറ്റി എടുക്കാനും മുന്നോട്ട് പോകാനും അതിലേക്ക് ഒരുപാട് സഹായിക്കും. സോ നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രീതിയിലെല്ലാം അവർ ആ കോമ്പറ്റിറ്റീവ്നെസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇത്തരം പ്രയാസങ്ങളെല്ലാം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അവിടെ അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു എലമെൻറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.